ഹലോ നമസ്കാരം. എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ഫിഷിൻ്റെ ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയിലയുടെ ഒരു കറിയും ഒരു അയില ഫ്രൈയും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അയിലയുടെ 6 മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമ്മൾ ഫ്രീസറിലൊന്നും അല്ല, സാധാരണ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു. ഒരു വലിയ ഉരുള വാളംപുളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിതൊരു 10-15 മിനിറ്റ് സമയത്തേക്ക് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഞങ്ങൾ പാലക്കാട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വാളംപുളി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചാറുകറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻ കറി ഉണ്ടാക്കുന്നത് വാളംപുളി ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ എറണാകുളം ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് കുടംപുളി ഉപയോഗിച്ചിട്ടാണ്, അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരമുടി തേങ്ങയിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 4-5 ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇഞ്ചി നമ്മൾ ഡയറക്റ്റായിട്ട് മിക്സിയിലിടരുത്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടാം. അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഡയറക്റ്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. തേങ്ങയും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് ഒരു മൂടി തേങ്ങയാണ്, നമ്മളിതിൽ അരമൂടി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തേങ്ങയിൽ വെള്ളം ചേർത്തിട്ട് അരയ്ക്കുന്നതിന് പകരം നമ്മൾ പുളിവെള്ളം ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ ബാക്കി വെള്ളം നമ്മൾ ചേർത്താൽ മതി. തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പുളിവെള്ളവും ചേർത്തിട്ട് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി എത്ര വേണം എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു പാത്രം ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ചേർക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്താണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർക്കുന്നത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൊരിയുന്ന സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ നമ്മൾ നേരത്തെ പുളിവെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. പാലക്കാട് ഭാഗത്തൊക്കെ നമ്മൾ തേങ്ങാപ്പാലല്ല ഉപയോഗിക്കുന്നത്, തേങ്ങ മുഴുവനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇത് നല്ലപോലെ തിളച്ച് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മീൻ വെന്ത് കഴിയുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഫിഷ് കറി റെഡി ആവുന്ന സമയത്ത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനല്ല പോകുന്നത്. നമ്മൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കാനാണ് പോകുന്നത്. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യാൻ പോകുന്നത്. ലോ ഫ്ലെയിമിൽ അങ്ങനെ കുറേ സമയം വെച്ചിരിക്കുന്ന സമയത്ത് ഡീപ്പ് ഫ്രൈ ചെയ്ത പോലെ തന്നെ മൊരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയില ക്ലീൻ ചെയ്ത ശേഷം നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമ്മൾ കുറച്ച് നേരം വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇതിൻ്റെ മസാലകളെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ ഒരു 10 മീനാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഇന്നലെ രാത്രി വെച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാലത്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മസാലയൊക്കെ ആയിരിക്കുന്ന ഫിഷ് ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്.
അത്യാവശ്യം വലിപ്പമുള്ള അയിലയാണ് കേട്ടോ. നമ്മളിവിടെ 2 ബാച്ചായിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മളിതൊന്ന് മറിച്ചിടാൻ പോവാണ്. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഗുട്ടൻസൊക്കെ എല്ലാവർക്കും അറിയാം. മസാല ചേർക്കുന്നതൊക്കെ പല രീതിയിൽ ചെയ്യാം. ചിലർ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ നമ്മൾ കുറേ നേരം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ചാറൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ഒഴിച്ചു കൊടുത്ത എണ്ണ ഫുള്ള് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലുണ്ട് സാധനം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഗ്രേവി നല്ല തിക്കായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. പുളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫിഷ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് അടിപൊളിയാണ്. ഫിഷ് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുറമേക്ക് നല്ലപോലെ ക്രിസ്പി ആയിട്ടാണ് കിടക്കുന്നത്. ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ തലഭാഗമാണ്. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പാലക്കാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഇന്നത്തെ ഫിഷ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.